കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടേണ്ടിയിരുന്നില്ല. ഉസ്താദ് എത്രമാത്രം വേദനയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ കൂടി അവഹേളിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. നമുക്കിവിടെ കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്നും ഇക്കാര്യങ്ങൾ പറയുന്ന സമയത്ത് മറുതലയ്ക്കിൽ അങ്ങ് യമനിൽ നിന്നുകൊണ്ട് കൊല്ലപ്പെട്ട ആ സഹോദരന്റെ ജ്യേഷ്ഠൻ അതൊക്കെ വ്യാജമാണ്, കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടില്ല എന്നൊക്കെ നിരന്തരമായി കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിന് തുരങ്കം വയ്ക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ തന്നെയാണ് എന്ന് കാന്തപുരം ഉസ്താദിനെ വളരെയധികം വേദനയോടുകൂടി പറയേണ്ടി വന്നു. മുമ്പും കാന്തപുരം ഉസ്താദിനെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ അവസരമൊരുക്കി കൊടുത്ത അതേ അബ്ദുൽ ഫത്താഹ് മഹദി വീണ്ടും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വാർത്ത കണ്ട ഉടനെ കാന്തപുരം ഉസ്താദിനെതിരെ വീണ്ടും രംഗത്ത് വന്നു. കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടേണ്ടിയിരുന്നില്ല. ഉസ്താദ് എത്രമാത്രം വേദനയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ നിമിഷപ്രിയയുടെ കേസിൽ ഉസ്താദ് ഇടപെട്ടത്, ആ സമയം തൊട്ട് ഉസ്താദ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് മനസ്സിലാക്കാതെ പോകരുത്. ഒരുപക്ഷെ ഞാൻ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ആളുകൾ, ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഉസ്താദ് ഈ കേസിൽ ഇടപെടേണ്ടിയിരുന്നില്ല എന്നുള്ളത്. കാന്തപുരം ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ കൂടി അവഹേളിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അതവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസവും ആഹാരങ്ങളും ഒക്കെ നൽകി ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചകളിലേക്ക് ഒരുപാട് ആളുകളെ കാന്തപുരം ഉസ്താദ് കയറ്റിവിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മനുഷ്യത്വം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഈ കേസിന് വേണ്ടി ഇറങ്ങിയത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവസാനം കേന്ദ്ര സർക്കാർ കൈമലർത്തിയപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ഒറ്റ ഒരു ഫോൺ കോളിലൂടെ അവിടെ സംഭവങ്ങൾ മാറിമറിയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നു. എന്നാൽ അത് കണ്ട് ഹാലളകിയ സംഘികളും ക്രിസംഘികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം ഉസ്താദിനെ സമൂഹമാധ്യമങ്ങളിൽ കൂടി എങ്ങനെയൊക്കെ കളിയാക്കാമോ, പരിഹസിക്കാമോ അങ്ങേയറ്റം അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. അതിൽ കാന്തപുരം ഉസ്താദിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന തലപ്പാവധാരികളായ ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹദി സമൂഹമാധ്യമങ്ങളിൽ കൂടി കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. കാന്തപുരം ഉസ്താദ് തങ്ങളുമായി യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല എന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചു വയ്ക്കുമ്പോൾ അതിനുശേഷം കണ്ടത് കാന്തപുരം ഉസ്താദിനെ വേട്ടയാടിയ, കളിയാക്കിയ, പരിഹസിക്കുന്ന കാഴ്ചകളാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് തുരങ്കം വയ്ക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ തന്നെയാണ് എന്ന് കാന്തപുരം ഉസ്താദിനെ വളരെയധികം വേദനയോടുകൂടി പറയേണ്ടി വന്നു. പക്ഷേ കാന്തപുരം ഉസ്താദ് അതിനെയൊന്നും വകവയ്ക്കാതെ തൻ്റെ ദൗത്യം എന്താണോ, അല്ലെങ്കിൽ തന്നെക്കൊണ്ടാവുന്നത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയിൽ മാത്രം അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിനാൽ കഴിയുന്ന തരത്തിൽ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്തകൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് കാന്തപുരം ഓഫീസ് അറിയിച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു അത്. ായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് നിർണായക തീരുമാനമാണ്, ഇടപെടലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. തലാലിന്റെ സഹോദരനടക്കം ഇത് വധശിക്ഷ റദ്ദാക്കുന്ന തരത്തിൽ ഒന്നുമില്ല, ദിയാദനം സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തുവരുന്നത്. ഷഹീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള തീരുമാനമായിരുന്നു 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് മുൻപിലേക്ക് വന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുന്നു. കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇത് നിർണായകമായതെന്ന് കരുതാമോ? നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി യമനിലെ സൂഫി പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജവാദ് മുസ്തഫാവി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതിങ്ങനെയാണ്: നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. ഇവിടെ നോക്ക്, അദ്ദേഹം വധശിക്ഷ റദ്ദാക്കിയെന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് എന്നാണ്. ഇത് തന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചത്. പക്ഷെ വാർത്താമാധ്യമങ്ങൾ അത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള രീതിയിലേക്ക് അവർ ആ വാർത്ത മാറ്റിവിട്ടു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള ആ ഒരു വാർത്ത അത് സമൂഹമാധ്യമങ്ങളിൽ നിന്നും പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ കൂടി ശത്രുക്കൾ വേട്ടയാടാൻ തുടങ്ങി.
ഏഷ്യാനെറ്റും മനോരമ ന്യൂസ് അടക്കമുള്ള പത്രവാർത്താ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ ശിക്ഷാ ഇളവിനും മോചനത്തിനുമൊക്കെ കുറെ നാളായി തുടരുന്ന ശ്രമങ്ങളാണ്. അതിൽ ശിക്ഷാ ഇളവിനായുള്ള ശ്രമങ്ങൾ വിജയിച്ചു എന്ന് ഇന്നലെ കാന്തപുരത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ഷെയർ ചെയ്ത പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരു സ്ഥിരീകരണം ഇല്ല എന്നിടത്ത് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വാർത്ത കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ വിവരം സ്ഥിരീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ അതിന് വിശദീകരണമായിക്കൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസ് അറിയിച്ചത്, ഞങ്ങളത് പിൻവലിച്ചിട്ടില്ല, നേരെ മറിച്ച് വാർത്ത നൽകിയ ANK ലിങ്ക് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ അത് കിടഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ജവാദ് മുസ്തഫാവി മറ്റൊരു പോസ്റ്റ് കൂടി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച ഉത്തരവ് ജൂലൈ 15 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുറത്തുവിട്ടപ്പോൾ അത് വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞു ശ്രമിച്ച ഏക മലയാള മാധ്യമം ഏഷ്യാനെറ്റാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തങ്ങളെ അത്രമേൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു ഈ വിഷയത്തിലെ അവരുടെ റിപ്പോർട്ടുകൾ ഭൂരിഭാഗവും. ഇന്നും വ്യാജവാർത്തകൾ നിർമ്മിക്കാനും അതിൽ അഭിരമിക്കാനുമാണ് അവർ ആവേശം കാണിക്കുന്നത്. മലയാളികൾ ഉണ്ണുന്നത് അരിയാണ്, അല്ലാതെ ഏഷ്യാനെറ്റ് അല്ല എന്ന് ഓർത്താൽ നന്ന്. മുമ്പും കാന്തപുരം ഉസ്താദിനെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ അവസരമൊരുക്കിക്കൊടുത്ത അതേ അബ്ദുൽ ഫത്താഹ് മഹദി വീണ്ടും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വാർത്ത കണ്ടയുടനെ കാന്തപുരം ഉസ്താദിനെതിരെ വീണ്ടും രംഗത്ത് വന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നും ഇത്തരം കള്ളവാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നടക്കമുള്ള കുറേ കാര്യങ്ങൾ അതിൽ കാന്തപുരം ഉസ്താദിൻ്റെ പേരുമെടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അബ്ദുൽ ഫത്താഹ് മഹദി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോക്കിവിടെ കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസിൽ നിന്നും ഇക്കാര്യങ്ങൾ പറയുന്ന സമയത്ത് മറുതലയ്ക്കൽ അങ്ങ് യമനിൽ നിന്നുകൊണ്ട് കൊല്ലപ്പെട്ട ആ സഹോദരൻ്റെ ജ്യേഷ്ഠൻ അതൊക്കെ വ്യാജമാണ്, കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടില്ല എന്നൊക്കെ നിരന്തരമായി കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതുതന്നെയാണ് ശത്രുക്കൾക്ക് കാന്തപുരം ഉസ്താദിനെ നിരന്തരമായി വേട്ടയാടാനുള്ള ആയുധമാക്കി അവർ മാറ്റുന്നത്. കൊല്ലപ്പെട്ട ആ സഹോദരൻ്റെ കുടുംബവുമായി ചർച്ച ചെയ്യപ്പെടുന്ന ആ സംഘം ഈ സഹോദരനുമായി ചർച്ച നടത്തുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി, ഉസ്താദ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നേർവിപരീതമായി കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കൂടി ഉസ്താദിനെ മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള ആയുധമാക്കി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ അവിടെയുള്ള ആ നിയോഗിച്ച കമ്മിറ്റികൾക്ക് സാധിക്കുന്നില്ലേ? ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാന്തപുരം ഉസ്താദ് ഇവിടെ നാട്ടിലാണ്, അദ്ദേഹം യമനിലല്ല ഈ കാര്യങ്ങൾ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അദ്ദേഹം നിയോഗിച്ച ഒരു സംഘമുണ്ട്. ആ സംഘം അവിടെ നിന്നും ആലോചിച്ച് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത്. അതിനാൽ തന്നെ കാന്തപുരം ഉസ്താദ്, ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ തന്നെ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു കൃത്യത എത്രയും വേഗം വരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന ആ പാവം മനുഷ്യനെ, ആ പാവം ഉസ്താദിനെ നിരന്തരമായി കൊണ്ട് ശത്രുക്കൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സ് നൊന്തുകൊണ്ടേയിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.